ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ഓർ സി യു ക്യൂട്ട് കിഡ്സ് വ്ലോഗ്. ഇന്ന് നമുക്ക് കുക്കറിൽ ഒരു ചിക്കൻ മധൂത്ത് റെഡിയാക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 5 ടൊമാറ്റോ പേസ്റ്റാക്കി എടുത്തതും ക്യാരറ്റ് സ്ലൈസാക്കി കട്ട് ചെയ്ത് വെച്ചതുമാണ്. പിന്നെ ഇതിലേക്ക് കൂടുതലായും പച്ചമുളകാണ് എരിവിനായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒരു 20 പച്ചമുളകൊക്കെ എടുക്കാം. ഇതിലേക്ക് ബെസ്റ്റ് മധൂത്ത് മസാലയാണ് എടുത്തത്. വലിയ ഉള്ളി ചെറുതാക്കി സ്ലൈസ് ചെയ്തത് 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് ക്യാരറ്റ്, ടൊമാറ്റോ, വലിയ ഉള്ളി ഒക്കെ സർക്കിളായിട്ട് അരിഞ്ഞു വെക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അതിനായിട്ട് കുക്കറാണ് ഉപയോഗിക്കുന്നത്. കുക്കറിലാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം. ആദ്യം കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടാവുമ്പോൾ ഏലക്ക, പട്ട, ഗ്രാമ്പു എന്നിവ ഒന്ന് ഈ ഓയിലിൽ ചൂടാക്കി എടുക്കാം. ഇത് നല്ലോണം ഇളക്കി തന്നെ ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വലിയ ഉള്ളി സ്ലൈസാക്കി അരിഞ്ഞത് ചേർക്കാം. ഉള്ളി നല്ലവണ്ണം ബ്രൗൺ കളറായി വരണം, എന്നാലേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മളെ ഉള്ളിയെല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ഇടുമ്പോൾ കുറച്ച് കീറി ഇടുന്നത് നല്ലതാണ്, എന്നാലേ ആ എരിവൊക്കെ അതിലേക്ക് യോജിച്ച് വരുള്ളൂ. പച്ചമുളകൊന്ന് കുക്കായതിന് ശേഷം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ക്യാരറ്റ് സ്ലൈസാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലവണ്ണം വഴറ്റി യോജിപ്പിക്കാം. ക്യാരറ്റ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ കുറച്ചും കൂടി കളർഫുള്ളായി വരും. പിന്നെ ക്യാരറ്റ് നല്ല ഹെൽത്തി ആണല്ലോ, അപ്പോൾ നമുക്ക് ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി ആ ടൊമാറ്റോ പേസ്റ്റിൻ്റെ ഒരു ചമർപ്പ് മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മധൂത്ത് മസാല ചേർക്കാം. ഇത് 3 ടേബിൾ സ്പൂൺ ചേർക്കാം, കാരണം അതിൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ കുറച്ച് അധികം ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ചേർക്കാം. വലിയ കഷ്ണമായാലും ചെറിയ പീസായാലും ഒന്നും പ്രശ്നമില്ല. ഇതൊന്ന് യോജിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള അരി റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ എടുക്കുന്നത് ജീരക റൈസാണ്. ഇതിലേക്ക് മന്തി റൈസ് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി റൈസൊക്കെ കഴുകി വൃത്തിയാക്കുന്ന നേരത്തെ നമ്മുടെ ചിക്കൻ നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ചേർത്തതിന് ശേഷം നമുക്കിതിൻ്റെ വെള്ളം കണക്കാക്കാം. ജീരക റൈസ് ആകുമ്പോൾ നമുക്കിതിൻ്റെ റൈസിൻ്റെ ഇരട്ടിയാണ് വേണ്ടത്. അതായത് 2 ഗ്ലാസ് റൈസിന് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. വെള്ളം രുചിച്ച് നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും ഉപ്പ് എത്ര വേണ്ടത് എന്നുള്ളത്. എപ്പോഴും നമുക്ക് ആവശ്യമായ ഉപ്പിൻ്റെ കുറച്ച് മേലെ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം, എന്നാൽ വെന്ത് വരുമ്പോൾ കറക്റ്റാവും. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. അതിന് വേവിക്കുമ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം സിമ്മിലിട്ട് 10 മിനിറ്റ് സിമ്മിലാക്കി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ മധൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ചിലർക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ ഓൾറെഡി അറിയാമായിരിക്കും, പക്ഷേ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി അറിയാത്തവരൊക്കെ ഇത് ഏതായാലും ട്രൈ ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.